ഒത്തൊരുമിച്ച് നിൽക്കണം. 29 കക്ഷികൾ ഇപ്പുറത്തുണ്ടായിരുന്നു. ജനതാദൾ യുണൈറ്റഡ് മാത്രമേ പോയിട്ടുള്ളൂ, RLD മാത്രമേ പോയിട്ടുള്ളൂ. 27 കക്ഷികൾ ഇപ്പോഴും ഉണ്ട്. യോജിച്ച് നിന്നാൽ നമ്മളോട് യോജിക്കാൻ തയ്യാറായ നിരവധി കക്ഷികൾ പുറത്തുണ്ട്. ഒറ്റ മനസ്സായി നിന്നാൽ ഈ രാജ്യത്തെ തകർക്കാനുള്ള, രാജ്യത്തെ വിറ്റഴിക്കാനുള്ള വിധ്വംസ ശക്തികളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. ഒറ്റ ചോദ്യം, അതായത് എന്നിട്ട് എന്തിയെ ആ ഇന്ത്യ മുന്നണിയിലേക്ക് 2 പ്രതിനിധികളെ അയക്കാൻ പറഞ്ഞപ്പോൾ അയക്കാതിരുന്നത്? CPM അയക്കാതിരുന്നതിന്റെ കാരണം എന്താ? അല്ല, ആ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, അതിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ, ചർച്ചകളിലെല്ലാം ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പരമോന്നത സമിതിയിലേക്ക് ഞങ്ങൾ പോകേണ്ട എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. 2 പ്രതിനിധികളെ അയക്കാൻ പറഞ്ഞപ്പോൾ കേരള CPM എതിർത്തു, താങ്കൾ RSSന്റെ ആശ്രമമായ പിണറായി എതിർത്തു. അതുകൊണ്ട് അയച്ചില്ല. ഇല്ലല്ല, ഇന്ത്യ അല്ലല്ല മിസ്റ്റർ അബിൻ, ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ ആദ്യഘട്ടം മുതൽ നേതൃത്വം കൊടുത്തത് ഇവിടെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുന്നണിയെ നിലനിർത്താൻ പ്രതിനിധിയെ വിടണ്ട എന്നത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള തീരുമാനം. അതെന്തുകൊണ്ടാണ് പിന്നെ എന്ത് പ്രതിപക്ഷ ഐക്യത്തെ കുറിച്ചാണ് താങ്കൾ ഇത്ര നേരം ഘോരം പ്രസംഗിച്ചേ? പിന്നെ എന്ത് പ്രതിപക്ഷ ഐക്യം? ഇന്ത്യ മുന്നണി എന്ന 29 കക്ഷികളുടെ പ്രതിപക്ഷ ഐക്യത്തിലായിട്ട് പ്രതിനിധി അയക്കാതെ പിന്നെ എന്ത് പ്രതിപക്ഷ ഐക്യം? ഇന്ന് പോയ എന്ത് ഗീർവാണമാണ് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത്? എന്ത് ഇന്നലെ നിങ്ങളുടെ കൂടെ നിന്നത് നിങ്ങളുടെ നേതാക്കന്മാർ ഇന്നലെ കൊഴിഞ്ഞു പോണു, ഇന്ന് കൊഴിഞ്ഞു പോണു, നാളെ കൊഴിഞ്ഞു പോണു. നിങ്ങളും നിങ്ങളുടെ പോക്കറ്റിൽ 1150 ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉരുളണ്ട. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്താൻ സ്ഥിതി ജയിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണ് പ്രശ്നമുള്ളത്, ലീഗിന്റെ ഉറച്ച വോട്ടുകളാണ് എന്നൊക്കെയാണ് CPMന്റെ നേതാക്കൾ പറഞ്ഞത്. അതായത് അത് തന്നെയാണ് പറഞ്ഞത്. ഇത് മാത്രമേ പറയാൻ മാധു, ഈ ചില സുന്ദരിമാരായ പെൺകുട്ടികളുടെ മറുപടിയാണ് പറയുന്നത്. ലീഗിനെ കുറിച്ച് ഇത്രയും ദിവസം നല്ല വാക്ക്, ലീഗ് ഏറ്റവും നല്ല കക്ഷി, ലീഗിന്റെ പാർട്ടി മതേതരത്വം, ലീഗിലെ നേതാക്കന്മാർ നല്ലത്. ഇന്ന് ലീഗിനെ കുറിച്ച് ഇല്ലാത്ത കുറ്റമില്ല. ഈ സുന്ദരിമാരായ പെൺപിള്ളേരുടെ പുറകെ ചില പൂവാലന്മാർ നടക്കും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങും കുറ്റം. അപ്പൊ ആദ്യം 2 നിലപാടുകളെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ ആദ്യം ശ്രീ അരുൺകുമാർ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നിലപാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? 1.72 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല, സന്ദീപ് വാര്യറിനും സംശയമില്ല, മാതൃഭൂമിക്കും സംശയമില്ല, അരുൺകുമാറിനും സംശയമില്ല. 1.72 കോടി രൂപ മാസപ്പടിയായി തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചു. കുറെ അധികം പണം മുഖ്യമന്ത്രിക്ക് ലഭിച്ചു, ഈ കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇതേവരെയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വീട്ടിലേക്ക് എത്തി നോക്കിയില്ല എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോഴാണ് ഇതിന്റെ നിലപാടിന്റെ പ്രശ്നം വരുന്നത്. അതായത് കൃത്യമായ ഒരു അഴിമതി ഉണ്ടായിട്ടും അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടും 4 കൊല്ലമായിട്ട് ആ അഴിമതിയെപ്പറ്റി അന്വേഷണം നടത്തിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ? ഇപ്പോ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞല്ലോ, അരവിന്ദ് കെജ്രിവാളിന് സമ്മൻസ് അയച്ചു, മറ്റ് നേതാക്കന്മാർക്ക് സമ്മൻസ് അയച്ചു, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജയിലിൽ വരെ പോയി കിടന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീടിന്റെ അരികത്തേട്ട് പോലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തി നോക്കാതിരുന്നത്? ശ്രീ മാധു, SFIയുടെ 2019 മുതൽ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടന്നു വരികയാണ്. 2021 മുതൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തി വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ നേതാവിനെതിരെ സമ്മൻസ് വരും, ചോദ്യം ചെയ്യലുണ്ടാവും. ആ ആരോപണം ഉന്നയിച്ച നേതാവിന്റെ മക്കളുടെയും ഭാര്യയുടെയും കൊച്ചുമക്കളുടെയും ആംഗ്ലപെങ്ങളുമാരുടെ മക്കളുടെ വീട് വരെ കയറി റെയ്ഡ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി എന്തുകൊണ്ട് കേരളത്തിന്റെ ക്ലിഫ് ഹൗസിന്റെ 7 അയൽവക്കത്ത് എത്തിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിനു മുമ്പിൽ BJPക്കും ഉത്തരമില്ല. BJP SFIO എന്ന് പറയും, ED വന്നുപോയി എന്ന് പറയും, അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയും. അതല്ലാതെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത്
കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ കയ്യിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മകളും കിടന്നുറങ്ങുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിലാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നമുക്ക് ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞു. സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ മറ്റ് നിലപാടുകൾ എടുക്കുന്നു, ഞങ്ങൾ കുറെ കാര്യം. ഇപ്പോ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി അഴിമതിക്കാരനല്ല എന്നുള്ള കാര്യത്തിൽ, അഴിമതിക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? സംശയമില്ല. പക്ഷേ എവിടെയാണ് സാർ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ? ഏത് കാര്യത്തിലാണ് വന്നിരിക്കുന്നത്? അവിടെയാണ് സാർ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര. ആ കുഴൽപ്പണ കേസ് എവിടെ പോയി? ഇവിടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ, മകനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായ ഒരു കുഴൽപ്പണ കേസ് ഉണ്ടായിരുന്നല്ലോ. മകൻ വിളിച്ചു എന്നുള്ളതിന് തെളിവുണ്ടായി എന്നിവിടെ പറയപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ കാശ് കൊടുത്ത് വോട്ട് മേടിക്കാൻ പോയതിന്റെ കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കേസ് എവിടെ പോയി? ആ കേസും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസും ആവിയായി പോയി എന്നുള്ളത് കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പണം കൊടുത്തതിന് തെളിവുണ്ടോ? ഗുജറാത്തിലടക്കം താങ്കൾ നോക്കൂ, ഗുജറാത്തിൽ വീഡിയോ അടക്കം പുറത്തു വന്നതാണ്. BJP നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയുമായി MLA-മാരുടെ വീട്ടിൽ ചെന്ന് ആ MLA-മാർ ഷൂട്ട് ചെയ്ത വീഡിയോ പുറത്തു വന്നതാണ്. തെലങ്കാനയിൽ കേരളത്തിലെ ഒരു BJP-യുടെ ഘടകകക്ഷി നേതാവാണ് പോയത് എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടിക്കണക്കിന് പണവും പിടിച്ചെടുത്തതാണ്. ഇതൊന്നും ഇന്ത്യയുടെ മുമ്പിൽ തെളിവല്ലാതിരിക്കുക. പിന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. ശരി, ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. കേംബ്രിഡ്ജിലോ ലണ്ടനിലോ ഈ IOC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടന നടത്തിയ ഒരു പരിപാടിയുടെ കാര്യം താങ്കൾക്ക് കാണിച്ചു തരാമോ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ബിസിനസ് നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് സാർ നിങ്ങൾ 1.5 ആഴ്ച പാർലമെന്റ് തടസ്സപ്പെടുത്തിയത്. ഓർമ്മയുണ്ടോ? താങ്കൾ തന്നെ പറഞ്ഞു, താങ്കളുടെ പാർട്ടിയുടെ MP-മാർ പറഞ്ഞതാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി, ഈ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പോയി നിങ്ങളുടെ നേതാവ് എന്താണ് പ്രസംഗിച്ചത് എന്ന് ചോദിച്ച BJP-കാരൻ 1.5 ആഴ്ച പാർലമെന്റ് തടസ്സപ്പെടുത്തിയത് ഓർമ്മയില്ലാതായി പോയോ? യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നിങ്ങൾക്ക് ഓർമ്മയില്ലാതായി പോയോ? ആ യൂണിവേഴ്സിറ്റികൾ ലെക്ചറിന് വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർക്ക് സ്വാഭാവികമായി അസൂയ തോന്നും സാർ. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊന്നും നിങ്ങളുടെ നേതാക്കന്മാർ വിളിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും. പിന്നെ ഓവർസീസ് കോൺഗ്രസ്സുകാർ വിളിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവുമെന്നേ. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് 25ഓളം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞു വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ MP-മാർ ഇവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിലെ രാഷ്ട്രീയ ചിത്രങ്ങളാണ്. ആ രാഷ്ട്രീയ ചിത്രങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും. പിന്നെ ഒറ്റ കാര്യം, ശ്രീ അരുൺകുമാർ ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ അരുൺകുമാർ, താങ്കൾ ഈ വെസ്റ്റ് ബംഗാളിലെയും ത്രിപുരയിലെയും വോട്ട് പെർസെന്റ് ഒന്ന് എടുത്തു നോക്കണം. ഈ ത്രിപുരയിലെ നേതാക്കന്മാർക്ക് കാട്ടിൽ പോയി ഒളിച്ചിട്ട് നേരെ BJP-യുടെ ഓഫീസിലാണ് ചെന്നത്. അവിടുത്തെ CPM-ന്റെ അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നേതാക്കന്മാർ പോയില്ല എന്നാണോ ഞാൻ പറയുന്നത്? ഇവിടെ വിമർശിക്കുമ്പോൾ ശ്രീ അരുൺകുമാറാണത് വിമർശിച്ചത്, താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ 2 MP-മാർ, കേരളത്തിൽ നിലനിൽക്കുന്നു. ബാക്കി 2 സംസ്ഥാനങ്ങളിലെ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലെ വോട്ട് പെർസെൻറ്റേജ് നോക്കണം. എന്താണെന്നറിയോ? അവിടുത്തെ നേതാക്കന്മാരൊക്കെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു MLA രാജിവെക്കാതെ ആ MLA ആയി നിന്നുകൊണ്ട് തന്നെ അപ്പുറ പാർട്ടിയിലേക്ക് പോയത് നിങ്ങളുടെ ഗഗൻ മർമുവാണ്. അത് വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ തന്നെ ത്രിപുരയിലെ ഓഫീസുകളാണ് ഇതുവരെ ഒരു കോൺഗ്രസ് ഓഫീസും BJP ഓഫീസായിട്ടില്ല. പക്ഷേ ത്രിപുരയിലെയും ബംഗാളിലെയും ആയിരക്കണക്കിന് ഓഫീസുകൾ BJP ഓഫീസുകളായി മാറിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ